പെന്തക്കോസ്തുകാരും കാരിസ്മാറ്റിക്കാരും തമ്മിൽ എന്താണ് വ്യത്യാസം? പെന്തക്കോസ്തുകാർ കൈയടിക്കുന്നത് പോലെ കാരിസ്മാറ്റിക്കാരും ചെയ്യുന്നല്ലോ. പെന്തക്കോസ്തുകാർ അന്യഭാഷ പറയുന്നത് പോലെ അവരും അന്യഭാഷ പറയുന്നല്ലോ. പിന്നെ എന്താണ് ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഈ ചോദ്യത്തിന് ഏകദേശം 35 വർഷത്തിലധികം പഴക്കമുണ്ട്. ലോകം മുഴുവൻ പെന്തക്കോസ്തു വിശ്വാസം കൊടുങ്കാറ്റ് പോലെ ആചരിക്കുന്ന സമയം ആ കൊടുങ്കാറ്റിൽ ആടിയുലയാത്ത രാജ്യങ്ങളോ മതങ്ങളോ ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ കോട്ടയായ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ബ്രസീൽ, ചിലി, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങൾ. ആ രാജ്യങ്ങളിൽ പെന്തക്കോസ്തിലേക്കുള്ള ഒഴുക്ക് വർദ്ധിച്ചു. വലിയ പെന്തക്കോസ്ത് സഭകൾ തന്നെ ഈ രാജ്യങ്ങളിലുണ്ടായി. ലോകമെങ്ങുമുള്ള ക്രിസ്തീയ പ്രവർത്തകരിൽ 4/1 പെന്തക്കോസ്തുകാരാണ്. റോമിലും ജെറുസലേമിലും ബാഗ്ദാദിലും സൗദി അറേബ്യയിലും പാകിസ്ഥാനിലും എല്ലാം പെന്തക്കോസ്തുകാരുണ്ട്. 1993 ആയപ്പോഴേക്കും കത്തോലിക്ക രാജ്യമായ ബ്രസീലിൽ കത്തോലിക്ക പുരോഹിതന്മാരുടെ എണ്ണത്തേക്കാൾ പെന്തക്കോസ്ത് ശുശ്രൂഷകന്മാരുടെ എണ്ണം കവിഞ്ഞിരുന്നു. പെന്തക്കോസ്ത് സഭകളുടെ വളർച്ച നിമിത്തം മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗങ്ങളും തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭാരപ്പെടുന്ന അവസ്ഥയാണ്. ഇന്ന് പല ബാപ്റ്റിസ്റ്റ്, പ്രസ്ബിറ്റേറിയൻ, മെത്തഡിസ്റ്റ് സഭകളും അവരുടെ പേരിനോടുകൂടി പെന്തക്കോസ്ത് എന്ന വാക്കുകൂടി ചേർത്താണ് ജനത്തെ സഭയിലേക്ക് ആകർഷിക്കുന്ന അവസ്ഥയുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ പെന്തക്കോസ്ത് വിശ്വാസികൾ പാർക്കുന്ന രാജ്യം ബ്രസീലാണ്. എന്താണ് പെന്തക്കോസ്തുകാരും കാരിസ്മാറ്റിക്കാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം? ഇത് രണ്ടും ഒന്ന് എന്ന് ചിന്തിക്കുന്നവർ ധാരാളമുണ്ട്. ഒരളവിൽ അത് ശരിയാണ്. എന്നാൽ സാരമായ വേദശാസ്ത്ര അന്തരങ്ങൾ ഇവ തമ്മിലുണ്ട്. പെന്തക്കോസ്തൽ എന്നത് വേദശാസ്ത്രപരവും കാരിസ്മാറ്റിക് എന്നത് സഭാശാസ്ത്രപരവുമായൊരു വീക്ഷണമാകുന്നു. അടിസ്ഥാന വേദോപദേശങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് മാനസാന്തരം എന്ന മഹത്തായ അനുഭവത്തിന് അളവറ്റ ദൈവകൃപ വ്യാപരിക്കുന്നു എന്നും മാനസാന്തരത്തിന് ശേഷം മനസാക്ഷിയുടെ സമർപ്പണവും, അതായത് ജലസ്നാനം, തുടർന്ന് വ്യക്തിത്വത്തിൻ്റെ കേന്ദ്രസത്തായ മനുഷ്യാത്മാവിലേക്ക് ദൈവാത്മാവ് വന്ന് നിറയുന്ന പരിശുദ്ധാത്മാഭിഷേകവും വിശ്വസിക്കുന്ന സമൂഹമാണ് പെന്തക്കോസ്തലിസം അഥവാ പെന്തക്കോസ്ത് സഭ. കാരിസ്മാറ്റിക് വിഭാഗമാകട്ടെ സഭ എന്ന സ്ഥാപനത്തിൻ്റെ വരപ്രാപ്തിയാണ്. പരിശുദ്ധ റൂഹ എന്നും സഭയുടെ പ്രതിനിധിക്ക് മാത്രമേ അത് കൈകാര്യം ചെയ്യുവാൻ അവകാശമുള്ളൂ എന്നും അതിന് എല്ലാ അംഗങ്ങളും കീഴ്പ്പെട്ടിരിക്കണമെന്നും പഠിപ്പിക്കുന്നു. അതിന് സ്നാനം ഒരു ഘടകമേ അല്ല. 1990കളിൽ തന്നെ കത്തോലിക്ക കാരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ 6000-ലധികം കേരളത്തിൽ മാത്രമുണ്ടായിരുന്നു. ലോകവ്യാപകമായി പെന്തക്കോസ്തുകാർ എന്ന പദത്തിൻ്റെ അർത്ഥം പെന്തക്കോസ്ത് നാളിൽ ആദിമ അപ്പോസ്തോലിക സഭ അനുഭവിച്ച പരിശുദ്ധാത്മ നിറവും അന്യഭാഷകളും കൃപാവരങ്ങളും ഇന്നും അനുഭവിക്കുന്നവർ എന്നാണ്. അവരാണ് വളരുന്നത്. വരണ്ട ഉപദേശങ്ങൾ ജനത്തെ ഒരിക്കലും ആകർഷിക്കുന്നില്ല. ജീവനുള്ള അനുഭവങ്ങളാണ് ജനത്തിന് വേണ്ടിയത്. അത് ഉള്ളിടത്തേക്ക് ജനം പൊയ്ക്കൊണ്ടിരിക്കും. പെന്തക്കോസ്ത് അനുഭവമുള്ള കൂട്ടങ്ങൾ ഇന്നും വളർന്നുകൊണ്ടിരിക്കും. ബോംബെ അതിരൂപതയിൽ നിന്ന് തന്നെ 35,000-ലധികം കത്തോലിക്കർ 1992 കാലഘട്ടങ്ങളിൽ 52 വിവിധ പെന്തക്കോസ്ത് ഗ്രൂപ്പുകളിലേക്ക് പോയതായി ഫാദർ ജി ചെടിയത്തെഴുതിയ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇവരിൽ 40% പേർ കാരിസ്മാറ്റിക്കുകാരായിരുന്നു. ഇന്ത്യയിലെ കാരിസ്മാറ്റിക് നേതാവ് ഫാദർ റൂപ്പസിൻ്റെ കൂടെ പ്രസംഗിച്ച് നടന്ന ചില ആദ്യകാല പ്രവർത്തകരും കത്തോലിക്ക സഭ വിട്ട് പെന്തക്കോസ്ത് സഭകളിൽ ചേർന്നവരിൽ ഉൾപ്പെടുന്നു. കാരിസ്മാറ്റിക് മുന്നേറ്റം ഇന്നല്ലെങ്കിൽ നാളെ പെന്തക്കോസ്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. ആഭരണവർജനം അടിസ്ഥാന ഉപദേശമായി സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ കേരളത്തിലുള്ളവയാണ്. മരുന്നുപയോഗിക്കുന്നത് ദൈവിക രോഗശാന്തിക്ക് വിരുദ്ധമായതാണെന്ന് കേരളത്തിലെ ചില പെന്തക്കോസ്ത് വിഭാഗങ്ങൾ കരുതുന്നു. ലോകമെങ്ങും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഇവിടെയുള്ള വെള്ളത്തിന്മീതെയും പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആധുനിക സഭാചരിത്രത്തിൽ ഏറ്റവും അധികം വിമർശനവും പരിഹാസവും ഉപദ്രവവും പീഡയും രക്തസാക്ഷിത്വവും സഹിച്ചിട്ടുള്ളത് പെന്തക്കോസ്തുകാരാണ്. എന്നിട്ടും അവരുടെ സംഖ്യ നാൾതോറും പെരുകി വരുന്നു എന്നത് ഇത് മാനുഷികമല്ല, ദൈവികമാണ് എന്ന് തെളിയിക്കുന്നു. ചാലക്കുടിയിലുള്ള പോട്ട ആശ്രമം കാരിസ്മാറ്റിക്കുകാരുടെ കേരളത്തിലെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. അന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് പോട്ടയിലേക്ക് ഒഴുകിയിരുന്നത്. 1967 മുതൽ കത്തോലിക്ക സഭയിൽപ്പെട്ട അനേകർ അന്യഭാഷകളിൽ സംസാരിക്കുകയും രോഗശാന്തി, പ്രവചനം ആദിയായ അനുഭവങ്ങളുള്ളവരായി തീരുകയും ചെയ്തു. പിന്നീട് ഇത്തരം അനുഭവക്കാരിൽ ഭൂരിഭാഗവും പെന്തക്കോസ്ത് വിശ്വാസങ്ങളിലേക്ക് കടന്നുപോയിട്ടുള്ളതായിട്ടാണ് കരുതുന്നത്.
ക്ലാസിക്കൽ പെന്തക്കോസ്ത് സഭകളുടെയും കാരിസ്മാറ്റിക് കൂട്ടായ്മകളുടെയും പെന്തക്കോസ്ത് മുന്നേറ്റം ലോകമെങ്ങും ശക്തിയായി വളരുവാൻ ആ കാലത്ത് ഇടയായി. 1980കളിൽ മുഖ്യധാരാ സമുദായങ്ങളിൽ ഉണർവിൻ്റെ പുതിയ അലകൾ അടിക്കുവാൻ തുടങ്ങി. പെന്തക്കോസ്തുകാരെന്നോ കാരിസ്മാറ്റിക്കാരെന്നോ അറിയപ്പെടാതെ പരിശുദ്ധാത്മവരങ്ങൾ അനുഭവിക്കുന്ന കൂട്ടായ്മകൾ പലയിടത്തും രൂപം കൊണ്ടു. ഈ രണ്ട് വിഭാഗത്തിലും പെടാത്തവരെങ്കിൽ പരിശുദ്ധാത്മവരങ്ങൾ പ്രാപിച്ച് മുഖ്യധാരാ സഭകളിൽ തുടരുന്ന മൂന്നാം തരംഗത്തിൽപ്പെട്ടവർ 2.8 കോടിയും ഉണ്ടായിരുന്നു. രക്ഷാനിർണയം പ്രാപിച്ച് പരിശുദ്ധാത്മ നിറവിനായി കാത്തിരിക്കുന്ന 50 ലക്ഷം ആളുകൾ വേറെയും ഉണ്ടായിരുന്നു. ലോകത്തിൽ 230 രാജ്യങ്ങളിലായി ഇവരുടെ ആകെത്തുക 1992 കണക്കനുസരിച്ച് 33.2 കോടിയായിരുന്നു. ക്രൈസ്തവ ജനസംഖ്യയുടെ 21%. 11,000 വിഭാഗങ്ങളിലും 3,000 സ്വതന്ത്ര ഗ്രൂപ്പുകളിലും 180 മുഖ്യധാരാ സഭകളിലുമായി ഇവർ നിലകൊള്ളുന്നു. 1980കളുടെ അവസാനത്തിൽ പെന്തക്കോസ്തിൻ്റെ സ്ഫോടനാത്മകമായ വളർച്ചയുടെ നിരക്ക് ഒരു ദിവസം ശരാശരി 54,000 ആളുകൾ. 1988 17.6 കോടി ക്ലാസിക്കൽ പെന്തിക്കോസ്തുകാർ ലോകത്തുണ്ടായിരുന്നു. കാരിസ്മാറ്റിക്കാർ എന്നറിയപ്പെടുന്ന നിയോ പെന്തിക്കോസ്തുകാർ 12.3 കോടിയും സഭയിലേക്ക് കടന്നു വരുന്നു എന്നതായിരുന്നു. ഒരു വർഷം 1.9 കോടി വിശ്വാസികൾ ചേർക്കപ്പെടുന്നത് അനിയന്ത്രിതവും ആശ്ചര്യകരവുമായ വളർച്ചയാണ്. ലോകമെങ്ങും ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ പ്രസ്ഥാനം പെന്തക്കോസ്ത് സഭയാണ്. 1990 കണക്കനുസരിച്ച് ക്ലാസിക്കൽ പെന്തക്കോസ്തുകാർ തൊട്ടടുത്തുള്ള പ്രൊട്ടസ്റ്റന്റ് വിഭാഗമായ ആംഗ്ലിക്കൻ സഭാംഗങ്ങളെക്കാൾ 4 മടങ്ങ് കൂടുതലാണ്. ക്ലാസിക്കൽ പെന്തക്കോസ്തുകാരുടെ എണ്ണം 20.5 കോടിയും നിയോ പെന്തിക്കോസ്റ്റൽസിൻ്റെ എണ്ണം 20 കോടിയുമായിരുന്നു. ലോകത്തിൽ 3,300 വൻ നഗരങ്ങളുണ്ടെന്ന് കണക്കാക്കിയിരിക്കുന്നു. അവയിൽ എല്ലായിടത്തും ഏതെങ്കിലും തരത്തിൽ ചെറുതായോ വലുതായോ ഉള്ള പെന്തക്കോസ്ത് കൂടിവരവുകളുണ്ട്. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.